ചോദിക്കാം. അപ്പൊ ലൈല മാം പാടി തുടങ്ങിയോളൂ. നമ്മുടെ ഒരു ഭക്തിഗാനം പാടാന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ സുരേഷ് വരാന്ന് പറഞ്ഞു, വന്നില്ലല്ലോ. ആള് തൊണ്ടവേദനയാണ്. അതെ. ആ മാം പരിചയപ്പെടുത്തി ഇട്ടൊന്ന് പാടിക്കോളാം. വെറുതെ പാടിയ പോരെ? ആ പരിചയപ്പെടുത്തിക്കോളാം. നമ്മുടെ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിട്ടാ. അതെ. എന്റെ പേര് ലൈല. ഞാൻ കേരളോർമ കോളേജിലെ 83 ഡിഗ്രി ബാച്ചായിരുന്നു. ഞാനിപ്പോ ഇവിടെ ഒരു പാട്ട് പാടാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പാടുന്നത് പഞ്ചോങ്കാട് എന്ന സിനിമയില് പി സുശീലാമ്മ പാടിയൊരു പാട്ടാണ്. രാജശില്പി നീ പൂജാവിഗ്രഹം പുഷ്പാഞ്ജലി പുതിയൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി തിരുമേ ഉലകം തിരുമേ ഉലകം തിരുവാത്തും അനുരാഗത്തിൻ അമൃതം അമൃതം മറക്കും എല്ലാം മറക്കും മായാലോകത്തിലെത്തും രാജശില്പി നീ ഒരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലി പുതിയൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി. രജനികൾ തോറും രഹസ്യമായി രജനികൾ തോറും രഹസ്യമായി പുതിയ പ്രസാദം പകരം ഞാൻ പകരം മറക്കും എല്ലാം മറക്കും മായാലോകത്തിലെത്തും രാജശില്പി നീ ഒരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലി ഒരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി. താങ്ക് യു. നന്നായിരുന്നു, നല്ല പാട്ടായിരുന്നു. തുടക്കായ കാരനാണെന്നുണ്ട് ഒരു ഫ്ലോവന്റ് ആവണുള്ള ഒഴുക്ക് കുറവാണ്. നെറ്റിന്റെ എന്തോ ചെറിയ കംപ്ലൈന്റ് ഉണ്ടെന്ന്. നീ സുരേഷ് വന്നിട്ടുണ്ട്. സുരേഷ് പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തിഗാനം. അപ്പൊ സുരേഷിനെ കാണാണ്ടേ ഇപ്പോഴാണ് ലൈല മാം പാടിയത്. നല്ലൊരു പാട്ടായിരുന്നു. സുരേഷ് വീഡിയോ ഓൺ ചെയ്ത് തുടങ്ങി.
സുരേഷ് പാടുന്നില്ലെങ്കിൽ സുസ്മാൻ പാടിക്കോളും. സ്വാഗതം സ്വാഗതം. പോയില്ല. സുസ്മാൻ പാടും. സുരേഷ് തുടങ്ങിയോളാം. സുരേഷ തുടങ്ങാം. കേൾക്കുന്നില്ലേ? അതാണ് അൺമ്യൂട്ട് ചെയ്താൽ മതി. അൺമ്യൂട്ട് ചെയ്താൽ മതി. ഉദ്ഘാടനം കഴിഞ്ഞു. ഓക്കെ ശരിയല്ലേ? ഓക്കെ. നമ്മുടെ പരിപാടി തുടക്കം കുറിച്ച് കാണാണ്ട് ഇപ്പൊ ലൈല മാം ഒരു നല്ലൊരു പാട്ട് പാടി. അത് കുഴപ്പമില്ല, പ്രോഗ്രാം. സുരേഷ് തുടങ്ങ്. ഇപ്പൊ എന്റെ അണിഞ്ഞു വീഴാം. അതെ അതെ, ഉദ്ഘാടനം. ഉദ്ഘാടനമല്ലേ, ഞാൻ ഭക്തിഗാനം പാടില്ല, എനിക്ക് ഹൈപ്പിച്ച പാട്ടാണ്. അപ്പൊ ഞാൻ വേറൊരു പാട്ട് പാടാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭക്തിഗാനം കഴിഞ്ഞു. വരുവാനിതാരുമിന്നൊരു നാടുമീ വഴിക്കറിയാം, അതെന്നാരുമെന്നും പ്രിയമുള്ളൊരാളാരു വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാകുമ്പിൽ അതിനായി മാത്രമായി ഒരു നേരം ഋതുമാറി മധുമാസമണയാറുണ്ടല്ലോ. വരുവാനില്ലാരുമേ വിജനമാമൻ വഴിക്കറിയാം, അതെന്നാരുമെന്നും പടിവാതിലോളം ചെന്നകലത്താ വഴിയാകെ മിഴിപാകി നിൽക്കാറുണ്ടല്ലോ, മിഴിപാകി നിൽക്കാറുണ്ടല്ലോ. പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ, വരുമെന്ന് ചൊല്ലി പിരിഞ്ഞു പോയില്ലാരും അറിയാമതെന്നാരുമെന്നും. അത് ഇത്ര പാടുള്ളോ? ഭയങ്കര പ്രശ്ന. അത് നന്നായി നന്നായി നന്നായി. സതീഷ് അടുത്ത സതീഷ് സാറ് നമ്മളെ ആൾക്കാരെ തുടങ്ങി വരുന്നുള്ളോ? അപ്പൊ പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങിയോളാം. ആൾക്കാരെത്തിയ എത്തിണ്ട്. തുടങ്ങി നമ്മള് 2 പാട്ട് കഴിഞ്ഞു. ലൈല മാം പാടി, സുരേഷ് പാടി. സുസ്മാ മാം ഉണ്ടായിരുന്നു, അവരിപ്പ വരാന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. ഞാൻ എങ്ങനെ പിന്നിലേക്ക് പോവാ? റിവേഴ്സ് എങ്ങനെ പോവാ? അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കണ്ടേ? അത് സതീഷ് സാറ് തുടങ്ങിക്കോട്ടെ. സതീഷ് വരട്ടെ. ഞാൻ പാടാനൊന്നുമില്ല. ഞാൻ പാട്ട് കേൾക്കാനുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നീ ലൈല മാം തന്നെ പറഞ്ഞോ ഒന്നുകൂടി. പാടല്ലേ സുരേഷ്? ഇല്ലില്ല, പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. റൗണ്ട് ചെയ്ത് പറ്റേ. നീ ലൈല മാം അവര് കേൾപ്പിച്ചില്ലല്ലോ, അവരുണ്ടായിരുന്നില്ല. സുരേഷിനോട് പാടാൻ പറയും. സുരേഷ് തൊണ്ട പോയിന്ന്. സുരേഷ് അങ്ങനെയാ, എന്റെ ക്ലാസ്മേറ്റാ. അതെ, എനിക്കറിയാം സുരേഷ്. ഒരെണ്ണം പാടുക, അപ്പോഴേക്കും ആരെങ്കിലും വരും.
മറ്റവര് കിട്ടിയത് സുഷ്മ. അപ്പൊ ഞാൻ മാത്രാവും ഇനി അവസാനം. ആ കപ്പ് കൊണ്ടുപോവാം. എനിക്ക് ഈ പറഞ്ഞ മാതിരി പാട്ടുകളൊന്നും കാണാണ്ട് അറിയില്ല, നോക്കിയിട്ട് പാടാൻ അറിയുള്ളൂ. കാണാണ്ട് പാടാനേ അറിയില്ല. നോക്കിയിട്ട് പാടാം, നോക്കിയിട്ട് പാടാം. നേരത്തെ പാടിയപ്പോ ചെറിയൊരു പേടിയുള്ള മാതിരി, അത് കാരണം അതെ. ഫ്ലുവന്റ് ആയില്ല. ആ ഉഷാറായി കളഞ്ഞു, കുഴപ്പമില്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും എവിടെയും പോസ്റ്റ് ചെയ്യണ്ടെന്നല്ല കേട്ടാ. ആ നിങ്ങൾക്ക് മാത്രമേ പോസ്റ്റിങ്ങുള്ളൂ. എന്നിട്ട് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിലോ ഗ്രൂപ്പില് പോസ്റ്റ് ചെയ്യുക. ഗ്രൂപ്പിലൊന്നും ഇടണ്ട. വന്നവർക്ക് പോസ്റ്റ് ചെയ്യുക, വന്നവർക്ക് പോസ്റ്റ് ചെയ്യും. ആ ഗ്രൂപ്പിലൊന്നും ഇടണ്ട.